ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുന്നവരാണ്. ഞാൻ പിന്നെ ACCക്ക് പോയി ഒരു 7 മന്ത് അവിടെ പോയി പഠിച്ചു. പക്ഷേ പിന്നെ തോന്നി അതെനിക്ക് പറ്റുന്ന ഫീൽഡല്ല എന്നുള്ളത്. എൻ്റെ പേര് നിർമ്മൽ, ഞാൻ കാലിക്കറ്റാണ് സ്ഥലം. ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് എഡ്വിൻ അക്കാഡമിനെ കുറിച്ചും HR മാനേജ്മെൻറ്റ് കോഴ്സിനെ കുറിച്ചും പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള HR മാനേജ്മെൻറ്റ് കേട്ടി, പക്ഷേ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ജസ്റ്റ് വിളിച്ചു നോക്കിയപ്പോൾ റഫ്ന മാമാണ് എടുത്തത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു എന്താണ് HR മാനേജ്മെൻറ്റ്, എഡ്വിൻ അക്കാഡമിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അങ്ങനെ അവിടെ ചേർന്നു. ഞാനൊരു 3 മാസം കോഴ്സാണ് സെലക്ട് ചെയ്തത്. അതായത് വേഗം പഠിച്ച് വേഗതയും ജോലിയാക്കി പോകാനുള്ള ഒരു പ്ലാനായിരുന്നു. പക്ഷേ 3 മാസം വേണ്ടായിരുന്നു എനിക്ക് തോന്നുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തെ കോഴ്സ് PG ഡിപ്ലോമ കോഴ്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അവിടെ നിൽക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു. അത്രയും അടിപൊളിയാണ് എഡ്വിൻ അക്കാഡമി. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തേയുള്ളൂ, അതിൽ തന്നെ എനിക്ക് സെലക്ട് ആവാൻ പറ്റി. ഇപ്പോൾ ഞാൻ സബ്ക ജോബ്സ് ആൻഡ് മോർ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ഫ്രണ്ട്സായിട്ടും ക്ലാസ്സിലത്തെ ഫ്രണ്ട്സായിട്ടൊക്കെ വേഗം കണക്റ്റ് ആയി. ഒരു 1 വീക്കിനുള്ളിൽ തന്നെ എല്ലാവരും ഭയങ്കര കണക്റ്റ് ആയി. ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോകും, ഫുഡ് കഴിക്കും. അതുപോലെ തന്നെ വളരെ ഹാപ്പി ആയിരുന്നു എഡ്വിൻ അക്കാഡമി. പിന്നെ എഡ്വിൻ അക്കാഡമിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്കൊരിക്കലും ഒരു അകലം ഫീൽ ചെയ്യൂല. വളരെ കമ്പനിയായിട്ട് എല്ലാ കാര്യങ്ങളും അവരോട് പറയാൻ പറ്റും. എന്ത് കാര്യങ്ങളായാലും, നമ്മളുടെ മെൻ്റലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളായാലും എഡ്വിൻ അക്കാഡമിയിൽ ആരോട് പറഞ്ഞാലും, ഇപ്പോൾ ജംഷി സാറാണെങ്കിലും അമീൻ സാറാണെങ്കിലും റഫ്ന മാമാണെങ്കിലും ആരോട് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം എഡ്വിൻ അക്കാഡമി തന്നിട്ടുണ്ട്. താങ്ക് യു എഡ്വിൻ അക്കാഡമി.